ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് മീൻ പൊള്ളിക്കുന്ന റെസിപ്പിയുമായിട്ടാട്ടോ. അതിന് ഞാൻ 3 ടീസ്പൂൺ മുളകും പൊടി ഇട്ടു. അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2 ടീസ്പൂണോളത്തോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ തൈര്, പാകത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. അതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ആവോലി മീനാണ്. നിങ്ങൾക്ക് ഏത് മീനാണോ കിട്ടുന്നത് അതെല്ലാം ഈ ഒരു മസാലക്കൂട്ട് തന്നെ മതി കേട്ടോ. മീനും നമ്മളിത് മസാല പുരട്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ മീൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഹാഫ് വേവിൽ പൊരിച്ചെടുക്കാവേ. ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഏകദേശം അത്യാവശ്യം നല്ലോണം ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, അത് ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. വലിയ ഉള്ളി ഞാൻ യൂസ് ചെയ്യണേ ഇല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റുക കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വെന്തോട്ടെ. പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷം, സുഖം തന്നെയല്ലേ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഞാനൊരു കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഒരു 4 മീനിക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഇവിടെ റെഡിയാക്കിക്കുന്നത്. നിങ്ങൾ എത്ര എടുക്കണം അതനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാൻ ഞാൻ എപ്പോഴും പറയേണ്ടതാണ്. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ടു. അതിന് ശേഷം നമ്മൾ പിന്നെ തക്കാളി കേട്ടോ. ഈ തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരണം മസാലയിൽ, അത് കടിക്കാണ്ടാകും. അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് മൂടി വെക്കാവേ. വിറകടുപ്പിലാകുമ്പോൾ നമുക്ക് നല്ല കണലുണ്ടാവും. അപ്പോൾ ആ ചൂടിൽ വേഗം സെറ്റാവും മസാലകളൊക്കെ. ഇനി ഞാനിപ്പോൾ ഇതിക്കിട്ടുള്ളത് നമ്മൾ മസാലക്കൂട്ട് ഉണ്ടാക്കിയില്ല, അതിൻ്റെ ബാക്കി വന്ന മസാലയാണ്. അതിനുശേഷം പിന്നെ ഇതിക്ക് വേറൊരു മസാല ഞാൻ യൂസ് ചെയ്യണില്ല. കുറച്ചുകൂടി എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല. ഇവിടെ മക്കൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇടാത്തത്. അങ്ങനെ മസാലക്കൂട്ട് നല്ല സെറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇടാവേ. തക്കാളി ഒന്നും കൂടി വേവാനുള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അടച്ച് വെക്കുക കേട്ടോ. അങ്ങനെ ഇതാ മസാല നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ്, അതായത് തേങ്ങാപ്പാൽ കേട്ടോ. തേങ്ങാപ്പാൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറ്റി ഒരു ഗ്രേവി പോലെ ആക്കണം കേട്ടോ. അതോടുകൂടി നമ്മൾ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നല്ലൊരു സ്മെല്ലാണേ ഇപ്പോഴൊക്കെ. അങ്ങനെ നമ്മൾ വാഴൻ്റെ ഇല വാട്ടിയെടുത്തിട്ട് നമ്മൾ മീൻ വെച്ചിട്ട് മസാല വെച്ച് സെറ്റാക്കുക കേട്ടോ. നമുക്ക് വാഴൻ്റെ നാര് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നൂല് കൊണ്ടോ നമുക്കിത് ശരിക്കും നല്ലോണം ഒന്ന് കെട്ടി വെക്കാവേ. നമ്മളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്ത് ഏത് ഓയിലായാലും വേണ്ടില്ല, കുറച്ച് ഓയിൽ വെച്ചിട്ട് പിന്നെ നമുക്കിത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് റെഡിയാക്കാം കേട്ടോ. അങ്ങനെ അടിപൊളി മീൻ പൊള്ളിച്ച് റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഓക്കെ, ബൈ.